ഉരുൾപൊട്ടലിൽ മണ്ണിനടിയിൽ കുടുങ്ങിപ്പോയവരെ കണ്ടെത്തുന്ന ദുഷ്കരമായ ദൗത്യം ഏറ്റെടുത്തിരിക്കുകയാണ് ടെറിട്ടോറിയൽ ആർമി. ദുരന്തമുണ്ടായി മണിക്കൂറുകൾക്കകം തന്നെ ടെറിട്ടോറിയൽ ആർമി സംഘം വയനാട്ടിലെത്തിയതാണ് നിരവധി ജീവനുകൾ രക്ഷിക്കാൻ വഴിയൊരുക്കിയത്. വയനാട് വലിയ ദുരന്തമുണ്ടായ വിവരം സംസ്ഥാന സർക്കാർ അറിയിച്ച ഉടൻ തന്നെ കോഴിക്കോട് നിന്നും കണ്ണൂരിൽ നിന്നുമായി ടെറിട്ടോറിയൽ ആർമി സംഘം വയനാട്ടിലേക്ക് തിരിച്ചിരുന്നു. വെസ്റ്റ് ഹിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന 122 ഇൻഫൻട്രി ബറ്റാലിയന്റെ കമാൻഡിംഗ് ഓഫീസർ കേണൽ ഡി നവീൻ ബെൻജിത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് സേനാംഗങ്ങൾ വയനാട്ടിലേക്ക് പുറപ്പെട്ടത്. മണിക്കൂറുകൾക്കകം തന്നെ അവർ ദുരിതബാധിത മേഖലകളിൽ സജീവമായി. ഒറ്റപ്പെട്ടവരെ കണ്ടെത്താനായി കുത്തിയൊലിക്കുന്ന വെള്ളത്തിന് മുകളിൽ സ്വന്തം ജീവൻ പോലും പണയം പെടുത്തി വടം കെട്ടി നീങ്ങുന്ന സേനാ വിഭാഗങ്ങളുടെ പ്രവർത്തനമാണ് പലരുടെയും ജീവൻ രക്ഷിച്ചത്. ഞങ്ങൾക്ക് ഫസ്റ്റ് കാണപ്പെട്ടത് വളരെ ദയനീയമായ അവസ്ഥയായിരുന്നു. ഉടയവര് ഒപ്പമുള്ള അപ്പ കിടയാതെ, അമ്മ കിടയാതെ, കുളന്ത കിടയാതെ, എങ്ക പോയിച്ച് ആർക്കുമേ ഒന്നും തിരിയില്ല. അപ്പോൾ ഞങ്ങളാകെ അവരെ തസ്ലി പണി അവർക്ക് അവർ ഇക്കട്ട ഒരിടത്ത് കൂടി നിന്നിருக்கு. അവർ വരമാട്ടെ, അവരെ ഭയപ്പെടാം. അവര് പട്ടാളത്തെ பார்த்த உடனே கொஞ்சம் അവർക്ക് கொஞ்சம் ധൈര്യം വന്നാச்சு. അപ്പൊ ഞങ്ങൾ ചൊല്ലിച്ചു, നിങ്ങൾ എപ്പോഴാ നമ്മൾ ഇഷ്ടപ്പെടുത്തും. അപ്പൊ അന്ത കേട്ട ഉടനെ അവര് ഇക്കട്ടെ ഞങ്ങളൊരു 160 ആളുകൾ വെച്ച് അവര് സിംഗിളായിട്ട് ഞങ്ങള് അവരെ ഫസ്റ്റ് ഞങ്ങൾ പ്രയോറിറ്റി ഞങ്ങൾ കുളന്തകൾക്കും ഏജ്ഡ് ആൾക്കാരാണ് നമ്മൾ ചെയ്തത്. അപ്പൊ അവരെ ഞങ്ങൾ ഇങ്ങോട്ട് വിട്ടു. വിവിധ മേഖലകളിൽ കുടുങ്ങിക്കിടന്ന 151 പേരെ രക്ഷിക്കാൻ ടെറിട്ടോറിയൽ ആർമിക്ക് സാധിച്ചു. പരിക്കേറ്റവരെ ചികിത്സിക്കാൻ ആർമി മെഡിക്കൽ സംഘവും ഡോക്ടർമാരും ഇവർക്കൊപ്പമുണ്ട്. ലഫ്റ്റനന്റ് കേണൽ വിശ്വനാഥൻ, നായിക് സുബേദാർ MT അനിൽകുമാർ എന്നിവരാണ് സേനയുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. ACV ന്യൂസ്, കോഴിക്കോട്.